എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 1-ന്റെ 14 മുതൽ 16 വരെ. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ട് പഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അവൻ്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറി ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉയിർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ വിശേഷണതകളാണ് ഈ വേദഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. ഈ ഭാഗം മനസ്സിലാക്കുന്നതിന് മുൻപ് 2 കാര്യങ്ങൾ പ്രത്യേകമായും അറിയേണ്ടതുണ്ട്. ഒന്നാമത്, വെളിപ്പാട് പുസ്തകത്തിൻ്റെ സൂക്ഷ്മമായ സാഹിത്യ രചനാ സ്വഭാവം മനസ്സിലാക്കണം. സൂക്ഷ്മതയോടെ നെയ്തെടുത്ത ഒരു സൗഭാഗ്യ കലാശില്പമാണ് ഈ പുസ്തകം. 7 സഭകൾക്ക് എഴുതുന്ന ദൂതുകളുടെ ആമുഖവുമായി മഹത്വവാനായ ക്രിസ്തുവിൻ്റെ തേജോമയവും ഗംഭീരവുമായ ചിത്രീകരണങ്ങളാണ് യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. ഓരോ സഭയ്ക്ക് എഴുതുമ്പോഴും ഈ ചിത്രീകരണത്തിൽ നിന്ന് എടുത്തു ചേർത്ത ഒരു ക്രിസ്തു രൂപത്തോടെയാണ് സന്ദേശം ആരംഭിക്കുന്നത്. അഥവാ ഇനിയും പറയാൻ പോകുന്ന 7 ദൂതുകളുടെയും പ്രതിപാദ്യ വിഷയങ്ങൾ ഈ മുഖവരയിൽ അടങ്ങിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: 1, എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക. 7 നക്ഷത്രങ്ങൾ വലങ്കയിൽ പിടിച്ചിരിക്കുന്നവൻ അരുളി ചെയ്യുന്നു. സ്മുർണയിലെ സഭയ്ക്ക് എഴുതുമ്പോൾ മരിച്ചവനും ഇപ്പോൾ ജീവിക്കുന്നവനുമായി ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്. പെർഗമോസിലെ സഭയോട് പറയുന്നത് ഇരുവായ്ത്തലയുള്ള മൂർച്ചയേറിയ വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നു. തുയഥൈര സഭയോട് പറയുമ്പോൾ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യമുള്ള കാലുമുള്ളവൻ അരുളി ചെയ്യുന്നു. സർദീസിലെ സഭയുമായി പങ്കുവയ്ക്കുന്നത് 7 ആത്മാക്കളും 7 നക്ഷത്രങ്ങളും ഉള്ളവൻ എന്നാണ്. ഫിലദൽഫിയയിലെ സഭ അല്ലെങ്കിൽ ആ സഭയുടെ ദൂതൻ എഴുതുമ്പോൾ പരിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോൽ പിടിച്ചിരിക്കുന്നവനുമായവൻ അരുളി ചെയ്യുന്നത്. ഈ 6 വിവരണങ്ങളും 1-ാം അധ്യായം 14-ാം വാക്യം മുതൽ നമ്മൾ കാണുന്നു. എഴുത്തുകാരൻ്റെ വളരെ സൂക്ഷ്മമായ ഒരു ചാതുര്യം അല്ലെങ്കിൽ സൃഷ്ടി വൈഭവമാണ് ഇവിടെ കാണുന്നത്. രണ്ടാമതായി മനസ്സിലാക്കേണ്ടത്, യോഹന്നാൻ പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ ചിത്രീകരണങ്ങൾ ക്രിസ്തുവിൻ്റെ ചിത്രത്തിൽ ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണമായി, അവൻ്റെ തലയും മുടിയും കമ്പിളി പോലെയും ഹിമം പോലെയും വെണ്മയായിരുന്നു. ദാനിയേലിൻ്റെ പുസ്തകം 7:9. അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരമ്പൽ പോലെയായിരുന്നു. യെഹെസ്കേൽ 43:2. 7 നക്ഷത്രങ്ങൾ അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഇയ്യോബ് 38:31 ദൈവമാണ് നക്ഷത്രങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന് കാണുന്നു. ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44 ഞാൻ ജീവനുള്ളവൻ. യോശുവ 3:10. അപ്പോൾ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. ദൈവത്തിൻ്റെ കയ്യിൽ 3 താക്കോലുകൾ ഉണ്ടെന്ന് യഹൂദ റബിമാർ പറഞ്ഞിരുന്നു. അത് ജനനത്തിൻ്റെയും മഴയുടെയും മരിച്ചവരെ ഉയിർത്തെഴുന്നേൽപ്പിക്കുന്നവൻ്റെയും താക്കോൽ എന്നാണ്. മഹത്വീകരിക്കപ്പെട്ട യേശു ക്രിസ്തു ദൈവത്തോട് സമനാണെന്ന് യോഹന്നാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങൾ തന്നെയാണ് ക്രിസ്തുവിന് നൽകുന്നത്. ഇവിടെ യോഹന്നാൻ ക്രിസ്തുവിന് നൽകുന്ന സ്ഥാനപ്പേരുകൾ ഓരോന്നായി നമ്മൾ വായനാഭാഗത്ത് കണ്ടു. കമ്പിളി രോമം പോലെയും ഹിമം പോലെയും വെണ്മയായ തലമുടിയും,
മുകളിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ദാനിയേലിൻ്റെ പുസ്തകം 7:9 പറയുന്ന പുരാതനനായവൻ്റെ ചിത്രമാണിത്. ഇത് രണ്ട് കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. ഒന്ന്, പുരാതനനായ അഥവാ അനാദ്യനായ ക്രിസ്തു. രണ്ട്, വെണ്മ അഥവാ വിശുദ്ധി. തീജ്വാല പോലെ കണ്ണുള്ളവൻ. ദാനിയേലിൻ്റെ ദർശനമാണ് യോഹന്നാന്റെ മനസ്സിലുള്ളത്. ദാനിയേൽ 10:6 കാണുന്നു. ദാനിയേലിൻ്റെ ദർശനം കൊണ്ടുവരുന്ന സ്വർഗീയ പുരുഷൻ്റെ കണ്ണുകൾ അങ്ങനെയായിരുന്നു. യേശുവിൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ അവന് ആകർഷകമായ കണ്ണുകളുണ്ടായിരുന്നു എന്ന് ലൂക്കോസ് സുവിശേഷത്തിലും മർക്കോസ് എഴുതിയ സുവിശേഷത്തിലും നമ്മൾ വായിക്കുന്നു. അവൻ്റെ പാദങ്ങൾ ഉലയിൽ കാച്ചിയെടുത്ത പിച്ചളയ്ക്ക് സദൃശ്യം, അല്ലെങ്കിൽ വെള്ളോട്ടിന് സദൃശ്യം. ഈ പറയുന്ന ലോകം എന്താണെന്ന് സൂക്ഷ്മമായി പരിശോധിക്കാൻ പ്രയാസമാണ്. സ്വർണവും വെള്ളിയും കൂടി ചേർന്ന് അതിശ്രേഷ്ഠമായ ലോകത്തെ പറ്റി പ്രാചീന കാലത്ത് പറയുമായിരുന്നു. ദാനിയേലിൻ്റെ പുസ്തകത്തിലും യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 7-ലും സ്വർഗീയ ദൂതന്മാർ ഈ ലോകത്തിൻ്റെ പ്രഭയോടുകൂടെ പ്രത്യക്ഷപ്പെട്ടതായി പറയുന്നു. രണ്ട് കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്കെടുക്കാം. ലോകത്തിൻ്റെ ഉറപ്പും അതിൻ്റെ ശോഭയും അവ ദൈവത്തിൻ്റെ മാറ്റമില്ലായ്മയെയും വേഗതയെയും കാണിക്കുന്നു. അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ. ദൈവശബ്ദം ഇങ്ങനെയാണ് യെഹെസ്കേൽ വിവരിക്കുന്നത്. യെഹെസ്കേൽ 43:2. പത്മോസ് ദ്വീപിൻ്റെ ഒരു മാറ്റൊലി ഇവിടെ കേൾക്കാം. ഈജിയൻ സമുദ്രത്തിൻ്റെ ഇരച്ചിൽ സദാ ശ്രവിച്ചുകൊണ്ടാണ് പത്മോസ് ദ്വീപിൽ യോഹന്നാൻ വസിച്ചത്. ദർശനത്തിൽ ദൈവശബ്ദം അതേപോലെ കേൾക്കുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 12-ാം വാക്യത്തിൽ ദൈവശബ്ദത്തെ മൃദുലമായി വർണ്ണിച്ചിട്ടുണ്ട്. ഒരു ഇളം കാറ്റുപോലെയുള്ള ശബ്ദം. എന്നാൽ ഇവിടെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ. അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രങ്ങൾ പിടിച്ചിരുന്നു. ഇതും ദൈവത്തിൻ്റെ ചിത്രം തന്നെയാണ്. എന്നാൽ നക്ഷത്രങ്ങളെ വഹിക്കുന്ന ശക്തിയുള്ള കൈകൾ ദാർശനികനെ ആശ്വസിപ്പിക്കുന്ന മൃദുല ഹസ്തങ്ങൾ കൂടെയാണ്. അവൻ്റെ വായിൽ നിന്ന് ഇരുവായ്ത്തലയുള്ള മൂർച്ചയേറിയ വാൾ പുറപ്പെടുന്നു. നാക്കുപോലെയുള്ള നീളം കുറഞ്ഞ വാളിൻ്റെ ചിത്രമാണിത്. പഴയ നിയമ സൂചനകൾ നമുക്കതിന് ഉപോത്ബലകമായിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിലും 49-ാം അധ്യായത്തിലും അത് വായിക്കുന്നു. ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് ദൈവവചനമെന്ന് വിശുദ്ധ പൗലോസ് തെസലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ 2 തെസലോനിക്കർ 2:8 രേഖപ്പെടുത്തുന്നു. മറ്റ് വെളിപ്പാട് സാഹിത്യകൃതികളിലും ഇതുപോലെയുള്ള വർണ്ണനകളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ ഭാഗത്ത് കാണുന്ന സ്വർഗീയ മശിഹായുടെ ചിത്രം മറ്റു പല വെളിപ്പാട് സാഹിത്യങ്ങളിൽ ദൈവത്തെയും മാലാഖമാരെയും മശിഹായെയും ഒരുപോലെ പുറജാതി ദേവന്മാരെയും കുറിച്ചുള്ള വർണ്ണനകളിൽ നിന്ന് സമാഹരിച്ച് രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളതാണ് എന്ന് നമുക്കറിയാം. യോഹന്നാൻ വർണ്ണിക്കുന്നത് പോലെ ഒരു രൂപം കൺമുൻപിലോ സ്വപ്നത്തിലോ കണ്ടിരിക്കണമെന്നില്ല. വർണ്ണ്യ രൂപം ആരുടേതെന്ന വായനക്കാർക്ക് സുഗ്രാഹ്യമാണെങ്കിൽ യോഹന്നാൻ്റെ ഉദ്ദേശം സാധിച്ചു എന്നതാണ് അർത്ഥം. അവൻ്റെ മുഖം ശക്തിയായി പ്രകാശിക്കുന്ന സൂര്യനെ പോലെ. വിശുദ്ധ മത്തായി 17-ാം അധ്യായം 2-ാം വാക്യത്തിൽ ആദിമസഭ അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു വിരുദ്ധ മതം സൂര്യാരാധനയാണ്. മിത്ര എന്ന നാമധേയത്തിൽ സൂര്യദേവനെ ആരാധിക്കുന്ന ഒരു മതമുണ്ടായിരുന്നു. മിത്രേയ മതം എന്നതിനെ പറഞ്ഞു വന്നിരുന്നു. മിത്രായുടെ മുഖം സൂര്യശോഭയും തലമുടി സ്വർണ്ണവർണ്ണവും ഉള്ളതായിരുന്നു. സ്വർണ്ണ കിരീടവും വെള്ളയങ്കിയും ധരിച്ച് സ്വർണ്ണ കാളക്കുട്ടിയെ കയ്യിലേന്തിയാണ് മിത്ര നിലകൊള്ളുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ മുഖം, ജീവനുള്ള ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ മുഖം ശക്തിയായി പ്രകാശിക്കുന്ന സൂര്യനെ പോലെയാണ്. ഒരു മിത്ര എന്ന സാങ്കല്പിക ദേവനേക്കാൾ അന്ന് നിലനിന്നിരുന്ന യവനായ റോമ ദേവന്മാരെക്കാൾ അവരാരാധിക്കുന്ന എല്ലാ ആരാധനാമൂർത്തികളെക്കാൾ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിൻ്റെ മുഖം ശോഭിക്കുന്നു എന്ന ചിത്രമാണ് യോഹന്നാൻ തൻ്റെ വായനക്കാർക്ക് നൽകുന്നത്. വീണുപോകാൻ സാധ്യതയുള്ള ഒരു സഭയോട് പറയുകയാണ്, നിങ്ങളുടെ മുൻപിൽ ഒരുപാട് ചോയ്സസ് ഉണ്ട്, ഒരുപാട് സാധ്യതകളുണ്ട്. അങ്ങോട്ട് വഴുതിപ്പോകാനുള്ള ഒരുപാട് സാധ്യതയുണ്ട്. കാരണം
പീഡനത്തിൻ്റെ കാലമാണ്. ജീവൻ രക്ഷിക്കാൻ ഇതിൽ നിന്ന് മാറി മറ്റൊരിടത്തേക്ക് കാലുവയ്ക്കാം. എന്നാൽ ഓർക്കുക, എല്ലാറ്റിനെയും കാൾ ശോഭയുള്ള മുഖം കർത്താവിൻ്റെ മുഖമാണ്. അത് ആദ്യനും അന്ത്യനും വരുന്നവനും, അതായത് ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായ കർത്താവ്. വലിയ പ്രത്യാശയാണ് യോഹന്നാൻ തൻ്റെ വായനക്കാർക്ക് നൽകുന്നത്. നാം ഈ വേദഭാഗം വായിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി വീണ്ടും വരുന്നു. കർത്താവിൻ്റെ ശോഭ, പ്രകാശം നമ്മുടെ പ്രത്യാശയുടെ പ്രകാശമാണ് എന്ന ഉറപ്പോടെ ധ്യാനിക്കുന്നതിനും ചിന്തിക്കുന്നതിനും നമുക്ക് സാധിക്കണം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിനായി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായി വാഴ്ത്തപ്പെട്ട ദൈവമേ, മറ്റൊരു പ്രഭാതം കൂടെ നൽകിയല്ലോ, നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ പകൽക്കാലം ജീവിപ്പാനുള്ള ബലവും കൃപയും നൽകണമേ. പ്രഭാതം മുതൽ മാറാത്ത സാന്നിധ്യം പകർന്ന് അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ. വീണുപോകാതെ സൂക്ഷിച്ച്, തകർന്നു പോകാതെ താങ്ങി കർത്താവ് ഞങ്ങളെ കരം പിടിച്ച് നടത്തണമേ. ആവശ്യങ്ങളുടെ മധ്യത്തിൽ വഴികളെ തുറക്കണമേ. ഭാരത്തോടെ, പ്രയാസത്തോടെ, കണ്ണുനീരോടെ അവിടുത്തെ സന്നിധിയിൽ കടന്നു വരുന്ന എല്ലാവരെയും കരുണയോടെ കടാക്ഷിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തി പൂർണ്ണബോധ്യത്തോടെ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിനും ഉറച്ച മനസ്സോടെ ജീവിപ്പാനും എല്ലാവരെയും സഹായിക്കണമേ. യേശുമശിഹ മൂലം അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കരുണയും കാവലും കൃപയും പ്രകാശവും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.